നമസ്കാരം. എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ 2025-26 കേന്ദ്ര ബജറ്റിനെ പറ്റിയാണ്. ഏതാണ്? 2025-26 വർഷത്തെ കേന്ദ്ര ബജറ്റിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. 2025-26 കേന്ദ്ര ബജറ്റ് തുടർച്ചയായി 8ാമത് ബജറ്റ് അവതരിപ്പിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. എത്രാമത്തേതാണ്? 8ാമത്. തുടർച്ചയായി 8ാമത് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. 8ാമത്തെ ബജറ്റ് അവതരിപ്പിച്ചത് 2025 ഫെബ്രുവരി 1-നാണ്. ഒരു പ്രധാനമന്ത്രിക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. കൃത്യമായി പഠിച്ചിരിക്കുക. ഒരു പ്രധാനമന്ത്രിക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നമ്മുടെ നിർമ്മല സീതാരാമനാണ്. ഒരു പ്രധാനമന്ത്രിക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് തുടർച്ചയായി അവതരിപ്പിച്ചു. സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? നിർമ്മല സീതാരാമൻ. എന്നാൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചത് നിർമ്മലയാണോ? ആണോ? അല്ല. ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചത് നമ്മുടെ മൊറാർജി ദേശായി ആണ്. എന്നാൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ സ്വതന്ത്ര ഭാരതത്തിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? നിർമ്മല സീതാരാമൻ. 2019 മുതൽ 7 സമ്പൂർണ്ണ ബജറ്റാണ് നിർമ്മല അവതരിപ്പിച്ചത്. അപ്പോൾ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് 2019 മുതൽ 7 സമ്പൂർണ്ണ ബജറ്റും പിന്നെ ഒരെണ്ണം എന്തായിരുന്നു? ഒരു ഇടക്കാല ബജറ്റ് ആയിരുന്നു. ആ ഇടക്കാല ബജറ്റ് നമ്മൾ പഠിച്ചതാണ്. ഒരു ഇടക്കാല ബജറ്റ് അടക്കം 8 ബജറ്റുകളാണ് ആകെ മൊത്തം അവതരിപ്പിച്ചത്? നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. 2019 മുതൽ 7 സമ്പൂർണ്ണ ബജറ്റും ഒരു ഇടക്കാല ബജറ്റുമാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. തുടർച്ചയായി 7 ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് CT ദേശ്മുഖ്. ആരാണ്? CD ദേശ്മുഖ്. CT അല്ല, CD ആണ്. CD ദേശ്മുഖ്. തുടർച്ചയായി 7 ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് നമ്മുടെ CD ദേശ്മുഖ്. തൊട്ട് പിന്നിലുണ്ട് ഈ നിർമ്മല സീതാരാമന് തൊട്ടു പിന്നിൽ 7 ബജറ്റുമായി ആരുണ്ട്? CD ദേശ്മുഖ് ഉണ്ട്. 6 ബജറ്റ് തുടർച്ചയായി അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? മൊറാർജി ദേശായി. 6 ബജറ്റ് തുടർച്ചയായി അവതരിപ്പിച്ചു. കൂടാതെ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചതും ആര് തന്നെയാണ്? മൊറാർജി ദേശായി ആണ്. അപ്പൊ നമുക്ക് ചോദ്യം വരാം, ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചത് മൊറാർജി ദേശായി ആണ് എങ്കിൽ അദ്ദേഹം തുടർച്ചയായി എത്ര ബജറ്റുകൾ അവതരിപ്പിച്ചു? എത്രയാണ്? 6 ബജറ്റാണ് മൊറാർജി ദേശായി തുടർച്ചയായി അവതരിപ്പിച്ചത്. 5 ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച വ്യക്തിയാണ് P ചിദംബരം. എത്രയാണ്? 5 ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച വ്യക്തിയാണ് P ചിദംബരം. അപ്പോൾ നിർമ്മല സീതാരാമൻ തുടർച്ചയായി 8 ബജറ്റുകൾ അവതരിപ്പിക്കുന്നു. CD ദേശ്മുഖ് 7 ബജറ്റുകൾ അവതരിപ്പിക്കുന്നു. മൊറാർജി ദേശായി 6 ബജറ്റുകൾ. P ചിദംബരം 5 ബജറ്റുകൾ. നമുക്കൊരു പക്ഷേ ഇങ്ങനെ ചോദ്യം വരാം. നമ്മുടെ ചില ചോദ്യങ്ങളിൽ 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം എന്നൊക്കെ വരുന്നത് പോലെ 8 ബജറ്റ്, 7 ബജറ്റ്, 6 ബജറ്റ്, 5 ബജറ്റ് ഇങ്ങനെയൊക്കെ PSC ചോദിച്ചാൽ നമ്മുടെ ക്ലാസ് കാണുന്ന ആർക്കും ഒരു തെറ്റും ഒരു സംശയവും വരരുത്. അതിനു വേണ്ടിയിട്ടാണ് തുടർച്ചയായി 5 ബജറ്റ് വരെ അവതരിപ്പിച്ചു എന്ന് നമ്മൾ തന്നിരിക്കുന്നത്. അപ്പൊ കൃത്യമായി പഠിച്ചു പോവുക. ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചത് ആര്? പറഞ്ഞു കഴിഞ്ഞു, മൊറാർജി ദേശായി ആണ്. 10 ബജറ്റുകളാണ് മൊറാർജി ദേശായി അവതരിപ്പിച്ചത്. അതിൽ 6 എണ്ണം തുടർച്ചയായിട്ടാണ് അവതരിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? മൊറാർജി ദേശായി ആണ്. 2025-26 ബജറ്റിൽ ഇടം പിടിച്ച തെലുങ്ക് തമിഴ് കവിതകൾ എന്താണ്? 2025-26 ബജറ്റിൽ ഇടം പിടിച്ചു തെലുങ്ക് തമിഴ് കവിതകളും എന്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്? നമ്മുടെ 2025-26 ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ചിലർക്കൊക്കെ സംശയം വരാം, ഇത് 2024-25 ബജറ്റ് അല്ലേ എന്ന്. കൃത്യമായി പഠിച്ചിരിക്കുക. ബജറ്റ് എന്ന് പറയുന്നത് എന്താണ്? നടപ്പ് വർഷത്തിലുള്ള ഒരു കണക്കുകളാണല്ലേ. ഈ നടക്കുന്ന അതായത് നമ്മുടെ ഈ 2025 നടക്കുന്നത്. ഈ നടപ്പ് വർഷം നമുക്ക് എന്തെല്ലാം ചെലവുകൾ വരും അതുമായി ബന്ധപ്പെട്ടതാണ് ബജറ്റ് എന്ന് പറയുന്നത്. 2025 മുതൽ 2026 വരെ നമുക്ക് ഉപയോഗിക്കാനുള്ളത്. നിലവിൽ വന്നിട്ടുണ്ടോ? ഈ ബജറ്റ് നിലവിൽ വന്നോ? ഇല്ല.
ബജറ്റ് അവതരിപ്പിക്കുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ. നമ്മുടെ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് മാർച്ച് 31-നാണ് അല്ലെ. ഏപ്രിൽ 1-ന് തുടങ്ങി മാർച്ച് 31-നാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ബജറ്റ് 2025-26 ഈ ബജറ്റ് നിലവിൽ വരാൻ പോകുന്നത് 2025 ഏപ്രിൽ 1 മുതൽക്കാണ്. അപ്പോൾ ഇപ്പോഴും നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് ബജറ്റാണ്? 2024-25 ബജറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് അടുത്ത് വരാനിരിക്കുന്ന ബജറ്റാണ്. അപ്പോൾ ഓർക്കുക, നമ്മൾ നടപ്പ് വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലർക്കെങ്കിലും ഡൗട്ട് കാണും, ഇപ്പൊ അവതരിപ്പിച്ച 2024-25 ബജറ്റ് അല്ലേ എന്നൊരു സംശയം വരും. അല്ല, 2025-26 ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. ഇപ്പൊ തെലുങ്ക് കവിത എന്താണ് വന്നത്? രാജ്യമെന്നാൽ വെറും മണ്ണും ചെളിയും മാത്രമല്ല, ജനങ്ങളുമാണ്. ഈ ഒരു വാക്യം നമ്മുടെ നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രഖ്യാപനത്തിൽ പറഞ്ഞതാണ്. രാജ്യം എന്ന് പറഞ്ഞാൽ വെറും മണ്ണും ചെളിയും മാത്രമല്ല, അതെന്തും കൂടിയാണ്? ജനങ്ങളും കൂടിയാണ്. ഇത് തെലുങ്ക് കവിയായ ഗിരിജട അപ്പറാവു. ആരാണ്? ഗുരുജട അപ്പറാവു. ഗിരിജടയല്ല, ഗുരുജട അപ്പറാവു. ഗുരുജട അപ്പറാവുവിന്റെ കന്യാശുൽക്കം എന്ന കൃതിയിലെ വരികളാണിത്. എന്താണ്? തെലുങ്ക് കവിയായ ഗുരുജട അപ്പറാവുവിന്റെ കന്യാശുൽക്കം എന്ന തെലുങ്ക് കവിതയിലെ ചില വരികളാണ് എന്ത്? രാജ്യമെന്നാൽ വെറും മണ്ണും ചെളിയും മാത്രമല്ല, മനുഷ്യരും അല്ലെങ്കിൽ ജനങ്ങളും കൂടിയാണ് എന്നത്. അപ്പൊ നമുക്കിനി ചോദ്യം വരാം, കന്യാശുൽക്കം എന്ന കൃതി എഴുതിയത് ആര്? ചോദ്യം വരാം, കന്യാശുൽക്കം എഴുതിയത് ആരാണ്? ഗുരുജട അപ്പറാവു. തെലുങ്ക് കൃതിയായ കന്യാശുൽക്കം എഴുതിയത് ആരാണ്? ഗുരുജട അപ്പറാവു ആണ്. തിരുവള്ളുവരുടെ തിരുക്കുറലിലെ 542 കുറലും ഇടം പിടിച്ചിട്ടുണ്ട്. എത്രാമത്തെയാണ്? 542. കൃത്യമായി പഠിച്ചിരിക്കുക. തിരുവള്ളുവരുടെ തിരുക്കുറലിലെ എത്രാമത്തെ കുറലാണ് 2025-26 ബജറ്റിൽ ഇടം പിടിച്ചത്? എത്രാമതാണ്? 542. 542 കുറലാണ് 2025-26 ബജറ്റിൽ ഇടം പിടിച്ചത്. ബീഹാറിലെ മിഥിലയിൽ നിന്നുള്ള ചിത്രകലാരൂപമാണ് മധുബാനി. അപ്പൊ നമ്മൾ ഈ പഴയ PSC ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കാറുണ്ട്, മധുബാനി ചിത്രകലാരൂപം ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ബീഹാറിലേതാണ്. ഈ മധുബാനി എങ്ങനെ ഈ ബജറ്റിൽ വന്നു? നമ്മുടെ നിർമ്മലാ സീതാരാമൻ ഉടുത്തിരുന്ന സാരിയിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഈ മധുബാനി ചിത്രകലാരൂപമാണ്. മധുബാനി ചിത്രകലയിലുള്ള സാരി ഡിസൈൻ ചെയ്തു കൊടുത്തത് ദുലാരി ദേവിയാണ്. ആരാണ്? ദുലാരി ദേവി. നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ഉടുത്തിരുന്ന സാരിയിൽ വന്ന പ്രിന്റ് എന്തായിരുന്നു? മധുബാനി ചിത്രകലയുമായി ബന്ധപ്പെട്ടതായിരുന്നു. അത് ഡിസൈൻ ചെയ്ത് കൊടുത്തത് ദുലാരി ദേവിയാണ്. ഒരു സാരി ഡിസൈനറെ വരെ നമ്മൾ പഠിക്കുന്നു എന്നൊന്നും വിചാരിക്കേണ്ട. 2021 പത്മശ്രീ ജേതാവ് കൂടിയാണ് ഈ ദുലാരി ദേവി എന്ന് പറയുന്നത്. ഇപ്പൊ കൃത്യമായി ഓർക്കുക, നമുക്ക് ഇങ്ങനെയൊക്കെ ചോദ്യം വരാം. താഴെ തന്നിരിക്കുന്നവയിൽ 2021 പത്മശ്രീ ജേതാവ് ആര്? അതിൽ ദുലാരി ദേവി കാണാം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് 2021 പത്മശ്രീ എന്തിനാണ് ചോദിക്കുന്നത്? എന്തിനാണ് ചോദിച്ചത്? ആ പത്മശ്രീയും 2025-26 ബജറ്റും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? ഇതാണ് ആ ബന്ധം. നമ്മുടെ മധുബാനി ചിത്രകലയിലുള്ള സാരി ഡിസൈൻ ചെയ്ത് കൊടുത്തു. ആർക്ക്? നിർമ്മലാ സീതാരാമന്. എന്തിനു വേണ്ടിയിട്ട്? ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം എടുക്കാൻ. അതാരായിരുന്നു? ദുലാരി ദേവി ആയിരുന്നു. 2021 പത്മശ്രീ ജേതാവായിരുന്നു ആര്? ദുലാരി ദേവി. സബ്കാ വികാസ് എന്ന പ്രമേയവുമായാണ് 2025-26 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. എന്താണ്? സബ്കാ വികാസ്, എല്ലാവരുടെയും വികസനം. സബ്കാ വികാസ് എന്നതാണ് 2025-26 ബജറ്റിലെ പ്രമേയം. കൃത്യമായി ഓർത്തിരിക്കുക, സബ്കാ വികാസ്. ദരിദ്രർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിവരെ കേന്ദ്രീകരിച്ചുള്ള വികസന നടപടികളാണ് ബജറ്റ് നിർദ്ദേശിക്കുന്നത്. ആരെയൊക്കെ കേന്ദ്രീകരിച്ച്? ദരിദ്രർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ. ഇതൊക്കെ നമുക്ക് ചോദ്യം വരാം. ഇതിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ വരാം. ആരൊക്കെയാണ്? ദരിദ്രരുണ്ട്, യുവാക്കളുണ്ട്, കർഷകരുണ്ട്, സ്ത്രീകളുണ്ട്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ്. ദരിദ്രർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ. ഇവരെ കേന്ദ്രീകരിച്ചുള്ള, അപ്പോ 4 കേന്ദ്രീകൃത വസ്തുക്കൾ ഇതൊക്കെയാണ്: ദരിദ്രർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ. അപ്പൊ ഇവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു വികസന നടപടിയാണ് ബജറ്റ് നിർദ്ദേശിക്കുന്നത്. നമ്മുടെ ബജറ്റിന് 4 എഞ്ചിനുണ്ട്. 10 മേഖലകളിലായിട്ട് 4 എഞ്ചിനുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ് 4 എഞ്ചിനുകൾ? കൃഷി, MSME അല്ലെങ്കിൽ വ്യവസായം, നിക്ഷേപം, കയറ്റുമതി. അപ്പോൾ 2025-26 ബജറ്റിലെ 4
എഞ്ചിനുകൾ ഏതാണെന്ന് ചോദിക്കാം. ഏതൊക്കെയാണ്? കൃഷി, MSME അല്ലെങ്കിൽ വ്യവസായം, നിക്ഷേപം, കയറ്റുമതി. ഏതൊക്കെയാണ്? കൃഷി, MSME അല്ലെങ്കിൽ വ്യവസായം, നിക്ഷേപം, കയറ്റുമതി. ഇതൊക്കെയാണ് 4 എഞ്ചിനുകൾ. 4 എഞ്ചിനുകൾ ഇതാണ്. എന്തിനെയൊക്കെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? എന്തിനെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള വികസന നടപടികളാണ് ബജറ്റ് നിർദ്ദേശിക്കുന്നത്? ഏതൊക്കെയാണ്? ദരിദ്രർ, യുവാക്കൾ, കൃഷി, കർഷകർ, സ്ത്രീകൾ. തിരിഞ്ഞു പോകരുത്. എഞ്ചിനുകളും കേന്ദ്രീകൃത വസ്തുക്കളും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് പഠിക്കാം രൂപയുടെ വരവും പോക്കും. അതായത് നമുക്ക് പരീക്ഷയിൽ ചോദിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ കടമെടുത്തത് എവിടെ നിന്ന്, ഏറ്റവും കൂടുതൽ ചെലവായത് എവിടെ. നമുക്ക് ഈ ഡയഗ്രാം നോക്കാം. ഇത് നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ വന്നിട്ടുള്ള ഡയഗ്രാമാണ്. ഏറ്റവും കൂടുതൽ വരവ് നമുക്ക് എപ്പോഴും കടമെടുപ്പിലൂടെയാണ്. എത്രയായിരുന്നു വരവ്? 24%. അപ്പോ ഏറ്റവും കൂടുതൽ വരവ് 2025-26 ബജറ്റ് പ്രകാരം ഏറ്റവും കൂടുതൽ വരവ്, ഏറ്റവും കൂടുതൽ ഇൻകം റുപ്പീസ് കംസ് ഫ്രം എവിടെയാണ്? ബോറോയിങ്സിലൂടെയാണ്. കടമെടുപ്പ് 24%. ഈ ഡയഗ്രാം നോക്കിയാൽ അറിയാം. 24% ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ്. 24% ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ്. രണ്ടാമത് രൂപയുടെ ഏറ്റവും കൂടുതൽ വരവിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്നത് എന്താണ്? ഈ ഡയഗ്രാം നോക്കൂ. രണ്ടാം സ്ഥാനം ഏതാണ്? ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സിലൂടെയാണ് നമുക്ക് എന്ത് ഏറ്റവും കൂടുതൽ വരവ്. രണ്ടാം സ്ഥാനം, ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനവും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഏറ്റവും കൂടുതൽ വരവുള്ളത് ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റിയിലൂടെയാണ്. രണ്ടാം സ്ഥാനം എന്താണ്? ഇൻകം ടാക്സിലൂടെയാണ്. 22%. ബോറോയിങ്സ് 24%, ഇൻകം ടാക്സ് എത്രയാണ്? 22%. മൂന്നാം സ്ഥാനം എവിടെയാണ്? മൂന്നാം സ്ഥാനം GST ആണ്. GST ആൻഡ് അതർ ടാക്സസ് എത്ര പെർസെന്റേജ്? 18%. GST ആൻഡ് അതർ ടാക്സസ് 18%. നാലാം സ്ഥാനം എവിടെയാണ്? 17%. എന്തിനാണ്? കോർപ്പറേഷൻ ടാക്സ് 17%. അപ്പൊ നിങ്ങൾ ഇത് മൊത്തം പഠിച്ചില്ലെങ്കിലും ഏറ്റവും കൂടുതൽ വരവ് എവിടെ നിന്നാണ്? ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസിലാണെന്ന് ഓർക്കുക. ഏറ്റവും കൂടുതൽ രണ്ടാമത് ഏതാണ്? ഇൻകം ടാക്സ് 22% ഇൻകം ടാക്സ്. അങ്ങനെയെങ്കിൽ ഏറ്റവും കുറവ് വരവ് ഏത് മേഖലയിൽ നിന്നാണ്? ഏറ്റവും കുറവ് ഇൻകം ലഭിക്കുന്നത്, ഏറ്റവും കുറവ് വരുമാനം അല്ലെങ്കിൽ ഇൻകം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഒരേ 1%. എന്താണ്? നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സിൽ നിന്നാണ്. നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്. ഏറ്റവും കുറവ് വരവ് എവിടെ നിന്നാണ്? നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സിൽ നിന്നാണ്. എന്താണ്? നോൺ ഡെപ്റ്റ് കടമല്ലാത്ത ക്യാപിറ്റൽ റെസീപ്റ്റ്സിൽ മൂലധന രസീതുകൾ. എന്താണ്? കടമല്ലാത്ത നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സിൽ നിന്നാണ് ഏറ്റവും കുറവ് വരുമാനമുള്ളത്. അത് 1%. അപ്പൊ ഏറ്റവും കൂടുതൽ വരവ് എവിടെ നിന്ന്? രണ്ടാമത് എവിടെ നിന്ന്? ഏറ്റവും കുറവ് വരുമാനം എവിടെ നിന്ന്? ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് എവിടെ നിന്ന്? കൃത്യമായിട്ടും പഠിച്ചിരിക്കുക. അടുത്ത് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ചെലവ് എവിടെയാണെന്ന് നോക്കാം. രൂപ ഏറ്റവും കൂടുതൽ പോക്ക് അല്ലെങ്കിൽ ചെലവ് എവിടെയാണ്? സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതത്തിലേക്കാണ്. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം എത്രയാണ്? 22%. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് എവിടെയാണ്? സംസ്ഥാനങ്ങൾക്ക് നികുതി കൊടുത്താണ്. സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് 22%. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതമാണ് ഏറ്റവും കൂടുതൽ ചെലവ്. രണ്ടാമത് എന്താണ്? പലിശയടവ്. നമ്മൾ ഏറ്റവും കൂടുതൽ വരവ് കടമെടുക്കുന്നതെന്നല്ലേ പറയുന്നത്. കടം വാങ്ങിയാൽ മാത്രം മതിയോ? കൊടുക്കണ്ടേ? അപ്പൊ രണ്ടാം സ്ഥാനത്ത് വരുന്നത്, നമ്മുടെ ചെലവിൽ രണ്ടാമത് വരുന്നത് എന്താണ്? പലിശയടവാണ്. പലിശയടവ് രണ്ടാം സ്ഥാനം വരുന്നത് പലിശയടവ്. ഇൻട്രസ്റ്റ് പേയ്മെന്റ് 20%. രണ്ടാം സ്ഥാനം വരുന്നത് പലിശയടവാണ്. മൂന്നാം സ്ഥാനം എന്താണ്? മൂന്നാം സ്ഥാനം 16%. സെൻട്രൽ സെക്ടർ സ്കീംസിലെ കേന്ദ്ര പദ്ധതികൾക്കാണ് മൂന്നാം സ്ഥാനം വരുന്നത് 16%. എക്സ്ക്ലൂഡിംഗ് ക്യാപിറ്റൽ ഔട്ട്ലേ ഓൺ ഡിഫൻസ് ആൻഡ് സബ്സിഡി. അപ്പോൾ ഡിഫൻസിലും സബ്സിഡിയിലും നൽകുന്ന ക്യാപിറ്റൽ ഔട്ട്ലേ ഒഴികെയുള്ള എന്താണ്? സെൻട്രൽ പോളിസീസ് അല്ലെങ്കിൽ സെൻട്രൽ സെക്ടർ സ്കീമിനാണ് മൂന്നാം സ്ഥാനം. 16% ചെലവ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും കുറവ് ചെലവാക്കുന്നത് എവിടെയാണ്? ഏറ്റവും കുറവ് പെൻഷൻസിനാണ്. പെൻഷൻസ് 4%. ഏറ്റവും കുറവ് ചെലവ് എവിടെയാണ്? പെൻഷനുകൾക്കാണ്. ഏറ്റവും കുറവ് ചെലവ് പെൻഷൻ. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതാണ്? മേജർ സബ്സിഡീസ് ആണ്. മേജർ സബ്സിഡീസ് 6%. അപ്പോൾ ഏറ്റവും കുറവ് ചെലവ് എവിടെയാണ് വരുന്നത്? പെൻഷനുകളിലാണ്.
ഏറ്റവും കുറവ് ചെലവ് വരുന്നത്, ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതത്തിലും രണ്ടാമത് പലിശ അടവിലുമാണ്. ഏറ്റവും കുറവ് ചെലവ് വരുന്നത് പെൻഷൻസിലാണ്. കൃത്യമായിട്ട് ഇത് പഠിച്ചിരിക്കുക. എല്ലാ പരീക്ഷകളും, ഇനി വരുന്ന എല്ലാ പരീക്ഷകളും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. ബജറ്റിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പരീക്ഷകളിൽ ചോദിക്കാം. ഡിഗ്രി ലെവലൊക്കെ വരുമ്പോൾ എക്കണോമിക്സ് ഭാഗത്ത് നമുക്ക് 2-3 ചോദ്യങ്ങളൊക്കെ മേ ബി വരാം. അപ്പൊ കൃത്യമായിട്ട് തന്നെ പഠിച്ചിരിക്കുക. ബജറ്റിലെ പുതിയ നികുതി ഇളവുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ചില നികുതി ഇളവുകളൊക്കെ ബജറ്റിൽ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതിയില്ല. 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർ എന്തടയ്ക്കണ്ട? നികുതി അടയ്ക്കണ്ട. അതായത് പുതിയ നികുതി സ്ലാബുകൾ നോക്കൂ. 0 മുതൽ 1 വരെ, അതായത് 0 മുതൽ 4 ലക്ഷം വരെ 0% എന്താ നികുതി നൽകേണ്ടത്. ഇത് ആദായ നികുതി സ്ലാബാണ്. 4 മുതൽ 8 ലക്ഷം വരെ ആകുമ്പോൾ 5%. 4 മുതൽ 8 ലക്ഷം വരെ ആദായമുള്ളവർക്ക്, വരുമാനമുള്ളവർക്ക് 5%. 8 മുതൽ 12 ലക്ഷം വരെ, 8 മുതൽ 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് എത്ര ശതമാനമാണ്? 10%. 10%. 12 മുതൽ 16 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് എത്രയാണ്? 15%. 15% നികുതി കൊടുക്കേണ്ടത്. 16 മുതൽ 20 ലക്ഷം വരെ 20%. 16 മുതൽ 20 ലക്ഷം വരെ 20%. 20 മുതൽ 24 ലക്ഷം വരെ 25%. 20 മുതൽ 24 ലക്ഷം വരെ 25%. 24 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്ക് എത്രയാണ്? 30% നികുതി അടയ്ക്കേണ്ടത്. 24 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്ക് 30%. ശമ്പളക്കാർക്ക് 12.75 ലക്ഷം രൂപ വരെ ആദായ നികുതി നൽകേണ്ടതില്ല. അപ്പോൾ ആദായ നികുതി സ്ലാബില് ശമ്പളക്കാർക്കാണെങ്കിൽ 12.75 ലക്ഷം രൂപ വരെ അവർക്ക് എന്ത് കൊടുക്കണ്ട? ആദായ നികുതി നൽകേണ്ടതില്ല. അപ്പൊ ഇത് കൃത്യമായി ഓർക്കുക. 12.75 ലക്ഷം രൂപ വരെ ആദായ നികുതി നൽകേണ്ടതില്ല. ആർക്ക്? ശമ്പളക്കാർക്ക് കൊടുക്കണ്ട. വരുമാന നികുതി ആണെങ്കിൽ 12 ലക്ഷം രൂപ വരെ വരുമാന നികുതി കൊടുക്കണ്ട. ഇവിടെ അടുത്ത് കൊടുത്തിരിക്കുന്ന എന്താണ്? ആദായ നികുതി സ്ലാബുകളാണ്. 0 മുതൽ 4 ലക്ഷം വരെ 0%. 4 മുതൽ 8 ലക്ഷം വരെ 5% ആദായ നികുതി. 8 മുതൽ 12 ലക്ഷം വരെ 10%. 12 മുതൽ 16 ലക്ഷം വരെ 15%. 16 മുതൽ 20 ലക്ഷം വരെ 20%. 20 മുതൽ 24 ലക്ഷം വരെ 25%. 24 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർ എത്ര അടയ്ക്കണം? 30% നികുതി അടയ്ക്കണം. അപ്പൊ ശമ്പളക്കാർക്ക് 12.25 ലക്ഷം രൂപ വരെ എന്തടയ്ക്കേണ്ട? ആദായ നികുതി നൽകേണ്ടതില്ല. ഇനി നമുക്ക് വിവിധ മേഖലകളിലെ ബജറ്റ് വിഹിതം നോക്കാം. വിവിധ മേഖലകളിലെ ബജറ്റ് വിഹിതത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് ഇട്ടിരിക്കുന്നത് എവിടെയാണ്? പ്രതിരോധ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ബജറ്റ് വരുന്നത്. വിവിധ മേഖലകളിലെ ബജറ്റ് വിഹിതത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് പ്രതിരോധ മേഖലയിലാണ്. രണ്ടാമത് ഗ്രാമവികസനം. എന്നാൽ ഏറ്റവും കുറവ് എവിടെയാണ്? ശാസ്ത്ര വകുപ്പുകൾക്കാണ് ഏറ്റവും കുറവ് ബജറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇത് വിവിധ മേഖലകളിലെ ബജറ്റ് വിഹിതമാണ് പറയുന്നത്. ഓരോ മേഖലകൾക്കും നമ്മളിങ്ങനെ ബജറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്തതിൽ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത് പ്രതിരോധ മേഖലയ്ക്കാണ്. രണ്ടാമത് എവിടെയാണ്? ഗ്രാമവികസന മേഖലയാണ്. ഏറ്റവും കുറവ് എവിടെയാണ്? ശാസ്ത്ര വകുപ്പുകളിലാണ്. ഇതാണ് എക്സ്പെൻഡിച്ചർ ഓഫ് മേജർ ഐറ്റംസ്. നോക്ക്, ഡിഫൻസിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇത് കോടിയിലാണെന്ന് ഓർക്കുക. ഇത്രയും ഉണ്ട് ഡിഫൻസിന്. രണ്ടാമത് എന്താണ്? റൂറൽ ഡെവലപ്മെന്റ്. മൂന്നാമത് ഹോം അഫയേഴ്സ്. നാലാമത് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. ഏറ്റവും കുറവ് എവിടെയാണ്? സയന്റിഫിക് ഡിപ്പാർട്ട്മെന്റ്സിലാണ് ഏറ്റവും കുറവ്. അതിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്നത് എവിടെയാണ്? സോഷ്യൽ വെൽഫെയർ ആണ്. ഇതാണ് ആ എക്സ്പെൻഡിച്ചർ, ഓരോ ഐറ്റംസിനും കൊടുത്തിരിക്കുന്ന ചെലവുകൾ, എക്സ്പെൻഡിച്ചർ ഇതാണ്. ഏറ്റവും കൂടുതൽ ഡിഫൻസിനാണ്. രണ്ടാമത് റൂറൽ ഡെവലപ്മെന്റ്. ഏറ്റവും കുറവ് എവിടെയാണ്? സയന്റിഫിക് ഡിപ്പാർട്ട്മെന്റ്, ശാസ്ത്ര വകുപ്പുകളിലാണ് ഏറ്റവും കുറവ്. ഇനി ചില ബജറ്റ് പ്രഖ്യാപനങ്ങൾ നോക്കാം. ഈ 2025-26 ബജറ്റ് പ്രഖ്യാപനം എന്തൊക്കെയാണ്? കൃഷി. നമുക്ക് 4 എഞ്ചിനുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തേത് കൃഷിയാണ്. പ്രധാനമന്ത്രി ധൻ ധാന്യ യോജന 100 ജില്ലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രധാനമന്ത്രി ധൻ ധാന്യ യോജന എത്ര ജില്ലകളിൽ? 100 ജില്ലകളിൽ. ഇനി നമുക്ക് വരുന്ന ക്വസ്റ്റ്യനിൽ ചോദിക്കാം, എന്താണ് ഈ പ്രധാനമന്ത്രി ധൻ ധാന്യ യോജന എന്ന് പറയുന്നത്? നോക്കാം. വിള വൈവിധ്യവൽക്കരണം,
വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണം, വായ്പാ വിതരണം, ജലസേചനം പ്രോത്സാഹിപ്പിക്കൽ എന്ന ലക്ഷ്യത്തോടെ എന്തൊക്കെയാണ്? വിളവൈവിധ്യവൽക്കരണം, വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണം, വായ്പാ വിതരണം, ജലസേചനം എന്നിവ പ്രോത്സാഹിപ്പിക്കൽ എന്ന ലക്ഷ്യത്തോടെ പ്രഖ്യാപിച്ച ധാൻ ധന്യ കൃഷി യോജന പദ്ധതി സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് എങ്ങനെയാണ്? സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് തിരഞ്ഞെടുത്ത 100 ജില്ലകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുമെന്നാണ് ബജറ്റിൽ പറയുന്നത്. എത്ര ജില്ലകളിലാണ്? 100 ജില്ലകളിൽ, തിരഞ്ഞെടുത്ത 100 ജില്ലകളിൽ നടപ്പിലാക്കുന്നു. എങ്ങനെ നടപ്പിലാക്കുന്നു? സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് തിരഞ്ഞെടുത്ത 100 ജില്ലകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്നു. എന്തൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? വിളവൈവിധ്യവൽക്കരണം, വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണം, വായ്പാ വിതരണം, ജലസേചനം ഇവയൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പദ്ധതിയാണ് എന്ത്? പ്രധാനമന്ത്രി ധൻ ധാന്യ യോജന. 100 ജില്ലകളിലാണ് നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളുമായി സഹകരിച്ച്, സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 1.7 കോടി കർഷകർക്ക് ഉപകാരപ്പെടുമെന്നാണ് ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി വ്യക്തമാക്കിയത്. അപ്പോൾ ഈ പ്രധാനമന്ത്രി ധൻ ധാന്യ യോജന 1.7 കോടി കർഷകർക്ക് ഉപകാരപ്പെടുമെന്നാണ് ബജറ്റിൽ പറയുന്നത്. ഇനി അടുത്ത് വന്നത് പരുത്തി കൃഷിക്കായി ഒരു പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നു. എന്താണ്? പരുത്തി കൃഷിക്കായി ഒരു പഞ്ചവത്സര പദ്ധതി, ഒരു 5F എന്നറിയപ്പെടുന്ന ഒരു പഞ്ചവത്സര പദ്ധതി. കണ്ടോ, 5F എന്ന ദർശനവുമായി യോജിപ്പിച്ച് പരുത്തി ഉൽപാദനക്ഷമതയ്ക്കുള്ള ദൗത്യം. അപ്പോൾ ഒരു 5 വർഷത്തെ ദൗത്യമാണ് ഈ 5F എന്ന് പറയുന്നത്. ആ 5 Fകൾ ഏതൊക്കെയെന്ന് നോക്കാം. നോക്കൂ, ഫാം, ഫൈബർ, ഫാക്ടറി, ഫാഷൻ, ഫോറിൻ. എന്താണ്? ഫാം, ഫൈബർ, ഫാക്ടറി, ഫാഷൻ, ഫോറിൻ. ഇതാണ് ആ 5F എന്ന് പറയുന്നത്. പരുത്തി കൃഷിക്കായി ഒരു പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നു. ആ പഞ്ചവത്സര പദ്ധതിയാണ് 5F പദ്ധതി. ആ 5Fലെ Fകൾ, 5 Fകൾ ഏതൊക്കെയാണ്? ഫാം, ഫൈബർ, ഫാക്ടറി, ഫാഷൻ, ഫോറിൻ. എന്താണ്? ഫാം മുതൽ ഫൈബർ വരെ, ഫൈബർ മുതൽ ഫാക്ടറി വരെ, ഫാക്ടറി മുതൽ ഫാഷൻ വരെ, ഫാഷൻ മുതൽ ഫോറിൻ വരെ. ഇതാണ് ഈ 5 വർഷത്തെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. ഇതിനെ യോജിപ്പിച്ച് എന്ത് ചെയ്യുന്നു? പരുത്തി കൃഷി വികസിപ്പിച്ച് അതിനെ ഫാം മുതൽ എവിടം വരെ എത്തിക്കുന്നു? ആദ്യം ഫൈബർ ആക്കുന്നു, ആ ഫൈബറിനെ ഫാക്ടറിയിൽ എത്തിക്കുന്നു, അവിടെ നിന്ന് അത് ഫാഷൻ തലത്തിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ഫോറിൻ തലത്തിലേക്ക്. പരുത്തി കൃഷിയുടെ ഒരു വളർച്ചയാണ് ഈ 5Fലൂടെ ഉദ്ദേശിക്കുന്നത്. ആ Fകൾ എല്ലാം കൃത്യമായി ഓർത്തിരിക്കുക. ഫാം, ഫൈബർ, ഫാക്ടറി, ഫാഷൻ, ഫോറിൻ, 5F. അപ്പൊ നമുക്ക് ചോദ്യം വരാം, 5F പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരുത്തി കൃഷിയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് എന്ത്? 5F പദ്ധതി. അടുത്തെന്താണ്? ബീഹാറിൽ മഖാന ബോർഡ് സ്ഥാപിക്കുന്നു. ഈ മഖാന എന്ന് പറയുന്നത് ഒരു ചെറിയ കുരുവാണ്, ഈ താമര വിത്തിന്റെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കാനിരിക്കുന്ന ബീഹാറിൽ മഖാന ബോർഡാണ് മറ്റൊരു പ്രഖ്യാപനം. ഈ താമരയുടെ വിത്താണ് ഈ മഖാന എന്ന് പറയുന്നത്. ഇത് സസ്യാഹാരികളുടെ പ്രോട്ടീൻ എന്നാണ് അറിയപ്പെടുന്നത്. സസ്യാഹാരികളുടെ പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന വസ്തുവാണ് എന്ത്? മഖാന എന്ന് പറയുന്നത്. ഈ മഖാന ബീഹാറിലെ മധുബാനി, ദർഭംഗ, സീതാമർഹി, സഹാർ, കട്ടിഹാർ, പൂർണിയ, കിഷൻഗഞ്ച്, അരാരിക മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ ഈ ഉൽപാദനത്തിന്റെ 85% എന്ന് പറയുന്നത് എവിടെയാണ്? ഈ പറഞ്ഞ ബീഹാറിലെ ഈ മേഖലകളിലാണ്. എന്തിന്റെ? മഖാനയുടെ, സസ്യാഹാരികളുടെ പ്രോട്ടീൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഓർക്കുക, എന്താണ് സസ്യാഹാരികളുടെ പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന മഖാന ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. ലോകത്തിലെ മഖാനയുടെ 90% ഉൽപ്പാദിപ്പിക്കുന്നത് ബീഹാറിലാണ്. ലോകത്തിലെ മഖാനയുടെ 90% ഉൽപാദനം ബീഹാറിലാണ്. നേരത്തെ പറഞ്ഞ 85% ബീഹാറിലെ ആ പ്രദേശങ്ങളിലാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ 85% ഉള്ളത്. ലോകത്തിലെ മഖാനയുടെ 90% ഉൽപാദനവും എവിടെയാണ്? ബീഹാറിലാണ്. മഖാന കർഷകർക്ക് കൈത്താങ്ങും പരിശീലന പിന്തുണയും നൽകാൻ ബോർഡിനാകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. കർഷകർ ഏറെ ഉപയോഗിക്കുന്ന ബീഹാറിലെ മിഥിലാഞ്ചൽ കനാൽ പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. അപ്പൊ ബീഹാറിലെ മറ്റൊരു കനാലിന് കൂടി
സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ഏതാണ്? മിഥിലാഞ്ചൽ കനാൽ. എന്താണ്? മിഥിലാഞ്ചൽ കനാൽ പദ്ധതി. കണ്ടോ, ബീഹാറിന് വാരിക്കോരി. ബീഹാറിന് എന്തൊക്കെയാണ് വാരിക്കോരി കൊടുത്തത്? സംസ്ഥാനത്ത് മഖാന ബോർഡ് സ്ഥാപിക്കും. താമരവിത്തിന്റെ മഖാന ബോർഡ് സ്ഥാപിക്കും. മഖാന ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫുഡ് ടെക്നോളജി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫുഡ് ടെക്നോളജി നിലവിൽ വരാൻ പോകുന്നു. എവിടെ? ബീഹാറിൽ. ഗ്രീൻഫീൽഡ് എയർപോർട്ട്. ബീഹാറിൽ ഒരു എയർപോർട്ട് വരുന്നു, ഗ്രീൻഫീൽഡ് എയർപോർട്ട്. പാറ്റ്ന IIT, പിന്നെ വിമാനത്താവളം നവീകരിക്കും. പാറ്റ്ന IITയും വിമാനത്താവളവും ഒക്കെ നവീകരിക്കും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫുഡ് ടെക്നോളജി സ്ഥാപിതമാകാൻ പോകുന്നത് എവിടെയാണ്? ബീഹാറിലാണ്. മഖാന ബോർഡുമുണ്ട്. വേറെന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫുഡ് ടെക്നോളജി സ്ഥാപിക്കാൻ പോകുന്നതും എവിടെയാണ്? ബീഹാറിലാണ്. പരുത്തി കൃഷിയുടെ ഉൽപാദനക്ഷമതയിലും സുസ്ഥിരതയിലും മെച്ചപ്പെടുത്തലുകൾ സാധ്യമാക്കുമെന്നും ഇതിനായി 5 വർഷത്തെ പദ്ധതി നടപ്പിലാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. അതാണ് നമ്മുടെ ആ 5F പദ്ധതി. അടുത്തത് കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ 5 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്നു. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞു വന്നത്. 4ാമത്തെ പോയിന്റ് എന്താണ്? കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ. കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ എത്ര ലക്ഷം? 5 ലക്ഷം. കൃത്യമായി ഓർത്തിരിക്കുക, കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ 5 ലക്ഷം രൂപ വരെ വായ്പ നൽകും എന്നുകൂടി നമ്മുടെ ഈ ബജറ്റ് പ്രഖ്യാപനത്തിലുണ്ട്. ഏതിലൂടെയാണ്? കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ. എത്ര രൂപയാണ്? 5 ലക്ഷം രൂപ. അടുത്ത് നോക്കൂ, MSME എന്താണ്? ചെറുകിട സംരംഭങ്ങൾക്ക് 5 ലക്ഷം വരെ പരിധിയിലുള്ള ക്രെഡിറ്റ് കാർഡ്. നമ്മൾ പറഞ്ഞില്ലേ കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ 5 ലക്ഷം രൂപ വരെ കിട്ടുമെന്ന്. അതാണ് ഈ ചെറുകിട സംരംഭങ്ങൾക്ക് 5 ലക്ഷം വരെ പരിധിയുള്ള ക്രെഡിറ്റ് കാർഡ് നൽകുന്നു. ആദ്യ സംരംഭം തുടങ്ങുന്നവർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള പദ്ധതികൾ. ആദ്യ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള പദ്ധതികൾ. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു ടേബിൾ നോക്കിക്കേ. ഇതില് ഇൻവെസ്റ്റ്മെന്റും എന്താണ് ടേൺ ഓവറും വിറ്റുവരവും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ഇപ്പോഴുള്ളതാണ്, കറണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ടായിരുന്നത്. റിവൈസ്ഡ് എന്ന് വെച്ചാൽ ഇനി വരാനിരിക്കുന്നത്. ഇപ്പോഴുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അടുത്ത സാമ്പത്തിക വർഷം 2025-26 ബജറ്റ് ആരംഭിച്ചിട്ടില്ല. അടുത്ത സാമ്പത്തിക വർഷത്തിലാണ് ഈ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ MSME എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്. അതാണ് MSME. എന്താണ്? മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് എന്നാണ് MSMEയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഈ MSME വഴി കൊടുക്കുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മൈക്രോ എന്റർപ്രൈസസ് അതായത് ചെറുകിട സംരംഭങ്ങൾക്ക് ആദ്യമൊക്കെ കൊടുത്തിരുന്ന ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിക്ഷേപവും 5 ലക്ഷം രൂപ വരെ വിറ്റുവരവും ഉള്ളതിനെയാണ് നമ്മൾ മൈക്രോ എന്റർപ്രൈസസ് അല്ലെങ്കിൽ ചെറുകിട സംരംഭങ്ങൾ എന്ന് പറഞ്ഞിരുന്നത്. എന്തൊക്കെയാണ്? 1 മുതൽ 5 വരെ നിക്ഷേപം, 1 ലക്ഷം രൂപ നിക്ഷേപവും 5 ലക്ഷം രൂപ വരെ വിറ്റുവരവുമുള്ള സംരംഭങ്ങൾ. അടുത്തത് സ്മോൾ എന്റർപ്രൈസസ് എന്ന് പറയുമ്പോൾ 10 ലക്ഷം രൂപ നിക്ഷേപവും 50 ലക്ഷം രൂപ വരെ ടേൺ ഓവറും 50 ലക്ഷം രൂപ വരെ വിറ്റുവരവും ഉള്ള സംരംഭങ്ങളാണ് എന്ത്? സ്മോൾ എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. അടുത്ത മീഡിയം എന്റർപ്രൈസസ് എന്ന് പറഞ്ഞിരുന്നത് 50 ലക്ഷം രൂപ വരെ നിക്ഷേപവും 250 ലക്ഷം രൂപ വിറ്റുവരവും. 50 ലക്ഷം രൂപ മുതൽ വരെയല്ല, മുതൽ 50 ലക്ഷം രൂപ മുതൽ നിക്ഷേപവും 250 ലക്ഷം രൂപ മുതൽ വിറ്റുവരവും ഉള്ള സംരംഭങ്ങളാണ് മീഡിയം എന്റർപ്രൈസസ്, ഇടത്തരം സംരംഭങ്ങൾ എന്ന് പറയുന്നത്. അതിനെ ഒന്ന് റിവൈസ് ചെയ്തു, അതിനൊന്ന് പുതുക്കി. എങ്ങനെയാക്കി? നമ്മുടെ മൈക്രോ എന്റർപ്രൈസസിൽ നിക്ഷേപം എത്രയാക്കി വർദ്ധിപ്പിച്ചു? 2.5 ലക്ഷം രൂപയായി നിക്ഷേപം വർദ്ധിപ്പിച്ചു. മൈക്രോ എന്റർപ്രൈസസിൽ 2.5 ലക്ഷം രൂപയായി നിക്ഷേപം വർദ്ധിപ്പിച്ചു. അതുപോലെ അവിടുത്തെ വിറ്റുവരവ് ടേൺ ഓവർ എത്രയാക്കി? 10 ലക്ഷം. അപ്പോ ഈ 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപവും 10 ലക്ഷം രൂപ വരെ വിറ്റുവരവുമുള്ള സംരംഭങ്ങളാണ് എന്തെന്ന് പറയുന്നത്? മൈക്രോ എന്റർപ്രൈസസ്. അതിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് 2.5 മുതൽ 10 ലക്ഷം രൂപ വരെ ആക്കി. അതുപോലെ സ്മോൾ എന്റർപ്രൈസസ് എങ്ങനെയാക്കി? 25 ലക്ഷം രൂപ നിക്ഷേപവും 100 ലക്ഷം രൂപ വരെ വിറ്റുവരവുമുള്ളവയെ എന്തെന്നാക്കി? സ്മോൾ എന്റർപ്രൈസസിൽ 25 ലക്ഷം രൂപ മുടക്കുമുതൽ ഉണ്ടായിരിക്കണം, 100 ലക്ഷം രൂപ വിറ്റുവരവും ഉണ്ടായിരിക്കണം. അതാണ് സ്മോൾ എന്റർപ്രൈസസ് കാറ്റഗറിയിൽ പെടുന്നത്. അടുത്തത് മീഡിയം എന്റർപ്രൈസസ് എന്ന് പറയുമ്പോൾ അത് എത്രയായി മാറി? 125 ലക്ഷമായി. 50 ലക്ഷമായിരുന്നു നിക്ഷേപം വേണ്ടിയിരുന്നത്. ഇപ്പൊ എത്രയായി?
125 ലക്ഷം രൂപ നിക്ഷേപം, 125 ലക്ഷം രൂപ നിക്ഷേപവും 500 ലക്ഷം രൂപ വിറ്റുവരവുമുള്ളവയാണ് എന്ത് മീഡിയം എന്റർപ്രൈസസ്. ഇനി നമുക്ക് പരീക്ഷയിൽ വരാം, എന്താണ് നിലവിലെ നിക്ഷേപം എത്രയാണ്, 1 ലക്ഷം രൂപ വരെ ആവുമ്പോഴാണ് നമ്മൾ മൈക്രോ എന്റർപ്രൈസ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് റിവൈസ് ചെയ്ത് എത്രയാക്കി മാറ്റുന്നു, 2.5 ആക്കി മാറ്റുന്നു. അതിന്റെ വിറ്റുവരവ് 5-ൽ നിന്നും എത്രയിലേക്ക് മാറുന്നു, 10 ലക്ഷം രൂപയിലേക്ക് മാറുന്നു. ഈ ടേബിൾ നിങ്ങൾ കൃത്യമായിട്ടും ഒന്ന് പഠിച്ചിരിക്കുക. മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസിന്റെ ആ ഒരു സ്ലാബുകൾ എങ്ങനെയാണ്, എത്ര മുതൽ എത്ര വരെ വിറ്റുവരവ് അല്ലെങ്കിൽ എത്ര നിക്ഷേപം എന്ന രീതിയിൽ കൃത്യമായി പഠിക്കുക. ഇപ്പോഴുള്ളതും ഇനി റിവൈസ്ഡ് ആയിട്ടുള്ളതും ഇനി വരാനിരിക്കുന്നതും ഈ മാർച്ച് 31 കഴിഞ്ഞ് ഏപ്രിൽ 1 മുതൽ ഈ രീതിയിലാണ് മാറാൻ പോകുന്നത്. കൃത്യമായിട്ടും പഠിച്ചിരിക്കുക. കളിപ്പാട്ട നിർമ്മാണ രംഗത്ത് മേഡ് ഇൻ ഇന്ത്യ ബ്രാൻഡുകൾ. അടുത്തൊരു പദ്ധതി വരുന്നത് കളിപ്പാട്ട നിർമ്മാണ രംഗത്താണ്. എന്താണ് മേഡ് ഇൻ ഇന്ത്യ ബ്രാൻഡുകൾ? നമ്മളൊരു കളിപ്പാട്ടം വാങ്ങിക്കഴിഞ്ഞാൽ, നിലവിലൊരു കളിപ്പാട്ടം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്, മേഡ് ഇൻ ചൈന. ഏറ്റവും കൂടുതൽ മേഡ് ഇൻ ചൈനയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, കളിപ്പാട്ട നിർമ്മാണ രംഗത്ത് മേഡ് ഇൻ ഇന്ത്യ ബ്രാൻഡുകൾ കൊണ്ടുവരുന്നു. ഭക്ഷ്യ സംസ്കരണ രംഗത്ത് പദ്ധതികൾ നിക്ഷേപങ്ങൾക്ക് പ്രത്യേക പ്രോത്സാഹനവും കൊണ്ടുവരുന്നു. ഭക്ഷ്യ സംസ്കരണ രംഗത്തെ പുതിയ പദ്ധതികളും നിക്ഷേപങ്ങൾക്ക് പുതിയ പ്രോത്സാഹനവും കൊണ്ടുവരുന്നു. ഇതാണ് നമ്മുടെ MSME അല്ലെങ്കിൽ വ്യവസായ രംഗത്തുള്ള പ്രഖ്യാപനങ്ങൾ. അടുത്തത് എന്താണ്, അടുത്തത് കയറ്റുമതിയാണ്. കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനും വിദേശ വിപണികൾ കണ്ടെത്താനും ഒരു ഏകീകൃത പോർട്ടൽ കൊണ്ടുവരുന്നു. കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനും വിദേശ വിപണികൾ കണ്ടെത്താനും വിദേശ വിപണികൾ കണ്ടെത്താനും ഒരു ഏകീകൃത പോർട്ടൽ കൊണ്ടുവരുന്നു. രണ്ടാം നിര നഗരങ്ങളിൽ ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെന്ററുകൾ സ്ഥാപിക്കുന്നു. രണ്ടാം നിര നഗരങ്ങളിൽ എന്ത് സ്ഥാപിക്കുന്നു, ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെന്ററുകൾ രണ്ടാം നിര നഗരങ്ങളിൽ സ്ഥാപിക്കുന്നു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ എയർ കാർഗോ കയറ്റുമതിക്ക് സൗകര്യം നൽകുന്നു. പദ്ധതികൾ, എന്തെല്ലാം പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്? മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് 1000-ലധികം സീറ്റുകൾ, 1000 അധിക സീറ്റുകൾ. എങ്ങനെയാണ്, മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് 1000 അധിക സീറ്റുകൾ പ്രഖ്യാപിച്ചു. എത്ര സീറ്റുകളാണ്, 1000 അധിക സീറ്റുകൾ. PM സ്വനിധി പദ്ധതി പരിഷ്കരിക്കാൻ പോകുന്ന പദ്ധതി ഏതാണ്, PM സ്വനിധി പദ്ധതി. ഇനി വിദ്യാഭ്യാസ മേഖലയിൽ വന്നാൽ അവിടെ ഉണ്ടായ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ്? IIT-കളുടെ ശേഷി വർദ്ധിപ്പിക്കും. നമ്മൾ പറഞ്ഞു ബീഹാറിൽ എന്താണ്, പാറ്റ്ന IIT-നെ വികസിപ്പിക്കുമെന്ന് പറഞ്ഞു. അത് ഈ പദ്ധതിയുടെ ഭാഗമാണ്. IIT-കളുടെ ശേഷി വർദ്ധിപ്പിക്കും. ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി അവതരിപ്പിച്ചു. നമ്മൾ പഠിച്ചതാണ് ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി. എന്താണ്, നമുക്ക് ഭാരതത്തിൽ പഠിക്കുന്നവർക്കൊക്കെ പുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ എല്ലാ പഠനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ സാമഗ്രികളും ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാകുന്ന പദ്ധതിയാണ് എന്ത്, ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി. അപ്പോൾ ഈ പദ്ധതി എന്താണ്, അവതരിപ്പിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ. നൈപുണ്യ വികസനത്തിന് 5 ദേശീയ മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. 5 ദേശീയ മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. നമുക്ക് പ്രൊജക്ട് പ്രഖ്യാപനങ്ങൾ ഏതെല്ലാം എന്ന് ചോദ്യം വരാം. അതിൽ ഇതെല്ലാം ഉൾപ്പെടാം. കൃത്യമായി പഠിച്ചിരിക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദ്യാഭ്യാസത്തിന് 500 കോടി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബജറ്റ് പ്രഖ്യാപനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദ്യാഭ്യാസത്തിന് എത്ര കോടിയാണ് അനുവദിച്ചിരിക്കുന്നത്? 500 കോടി. 500 കോടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണിത് അല്ലേ? അപ്പോൾ AI വിദ്യാഭ്യാസത്തിന് 500 കോടി. അടുത്ത ധനകാര്യം നോക്കാം. ഗ്രാമീണ മേഖലയിലേക്ക് വേണ്ടി ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ നടപ്പാക്കും. എന്താണ്, ഗ്രാമീണ മേഖലയ്ക്ക് വേണ്ടി ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ നടപ്പാക്കും. കേന്ദ്രീകൃത KYC രജിസ്ട്രി പ്രാബല്യത്തിൽ വരും. കേന്ദ്രീകൃത KYC രജിസ്ട്രി നിലവിൽ വരും. പിന്നെന്താണ്, ഗ്രാമീണ മേഖലയിലേക്ക് ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ നടപ്പിലാക്കും. കമ്പനികളുടെ സംയോജനം വേഗത്തിൽ സാധ്യമാക്കാൻ പ്രത്യേക പദ്ധതികൾ കൊണ്ടുവരുന്നു. കമ്പനികൾ സംയോജിപ്പിക്കണമെങ്കിൽ അതൊന്ന് കുറച്ച് വേഗത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികൾ നിലവിൽ വരുന്നു. അടുത്ത നികുതിയിലുണ്ടായ പ്രഖ്യാപനങ്ങൾ. 7 കസ്റ്റംസ് തീരുവ സ്ലാബുകൾ ഒഴിവാക്കി. 7 കസ്റ്റംസ് തീരുവ സ്ലാബുകൾ ഒഴിവാക്കി. 6 മരുന്നുകൾക്ക് 5% ഡ്യൂട്ടി മാത്രം. എന്താണ്, 6 മരുന്നുകൾക്ക് 5% ഡ്യൂട്ടി മാത്രം. 13 ചികിത്സാ സഹായ പദ്ധതികളും ഇളവിന്റെ പട്ടികയിൽ ഉൾപ്പെട്ടു. 13 ചികിത്സാ സഹായ പദ്ധതികളെ ഉൾപ്പെടുത്തി 36 മരുന്നുകളെ നികുതിയിൽ നിന്നും ഒഴിവാക്കി. അപ്പോൾ ഈ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾക്കുള്ള മരുന്നുകളാണ്
അവയിൽ 36 മരുന്നുകളെ, അപ്പൊ മാരക രോഗങ്ങൾക്കുള്ള മരുന്നുകളിൽ ഉൾപ്പെടുന്ന 36 മരുന്നുകളെ നികുതിയിൽ നിന്നും ഒഴിവാക്കി. അപ്പൊ നമുക്ക് ചോദ്യം വരാം, 2025-26 ബജറ്റ് പ്രഖ്യാപനത്തിൽ എത്ര മരുന്നുകളെയാണ് നികുതിയിൽ നിന്നും ഒഴിവാക്കിയത്? എത്രയാണ്? 36. എത്ര മരുന്നുകൾക്കാണ് 5% ഡ്യൂട്ടി മാത്രമാക്കിയത്? എത്ര മരുന്നുകൾക്കാണ്? 6 മരുന്നുകൾക്കാണ്. 6 മരുന്നുകൾക്കാണ് 5% മാത്രം ഡ്യൂട്ടി ഏർപ്പെടുത്തിയത്. നമുക്ക് ധനക്കമ്മി നോക്കാം. ധനക്കമ്മി ലക്ഷ്യം വെക്കുന്നത് 4.4% കുറച്ചു. ഇപ്പൊ ധനക്കമ്മി എത്രയാക്കി കുറയ്ക്കാനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്? 4.4%. അപ്പൊ എന്താണ് ധനക്കമ്മി എന്ന് പറയുന്നത്? സർക്കാരിന്റെ വരുമാനവും ചെലവും തമ്മിലുള്ള അന്തരമാണ് എന്ത്? ധനക്കമ്മി. ധനം കുറയുക, ഒരു കമ്മി വരിക. അപ്പൊ വരുമാനവും ചെലവും തമ്മിൽ, ആരുടെ? സർക്കാരിന്റെ വരുമാനവും ചെലവും തമ്മിലുള്ള അന്തരമാണ് ധനക്കമ്മി. മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന് ആനുപാതികമായാണ് ഇത് കണക്കാക്കുക. അധികം വരുന്ന ചെലവിനുള്ള തുക കടപ്പത്രങ്ങളിലൂടെയും മറ്റും കണ്ടെത്തുന്നതിനാൽ ധനക്കമ്മി ഉയരുന്നത് സർക്കാരിന്റെ കടം കൂടാൻ കാരണമാകുന്നു. എന്താണ്? അധികം കാശ് ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യുന്നു? കടപ്പത്രങ്ങളിലൂടെയും മറ്റുമൊക്കെ ചെലവിനുള്ള തുക കണ്ടെത്താൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അത് ധനക്കമ്മി ഉയരുന്നതിന് കാരണമാകുന്നു. ഇത് സർക്കാരിന്റെ കടം കൂടാൻ കാരണമാകും. അപ്പൊ ധനക്കമ്മി കൂടിക്കഴിഞ്ഞാൽ, അതായത് വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ്, ആ വ്യത്യാസം കൂടിക്കഴിഞ്ഞാൽ, വരവിനേക്കാൾ നമുക്ക് ചെലവ് കൂടിക്കഴിഞ്ഞാൽ ധനക്കമ്മി കൂടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇത് സർക്കാരിന് കൂടുതൽ കടം വാങ്ങാൻ കാരണമാകും. അപ്പൊ ഇതാണ് നമ്മുടെ ട്രെൻഡ്സ് ഇൻ ഡെഫിസിറ്റ്. നോക്ക്, നമ്മുടെ ഈ ധനക്കമ്മി ഇങ്ങനെ കുറച്ച് കൊണ്ടുവരികയാണ്. 2022-23 കാലയളവിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 6.4%. 6.4%. ഈ ധനക്കമ്മി എന്ന് പറയുന്നത് 6.4%. ധനക്കമ്മിയാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. 2023-24 ആയപ്പോൾ അത് എത്രയായി? 5.6%. 5.6%. 2024-25 റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. എന്താണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്? ഇത് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. അതാണ് ഈ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അതായത് 2024-25 സാമ്പത്തിക വർഷം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മാർച്ച് 31 വരെയും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് 2024-25 ബജറ്റിലൂടെയാണ്. അപ്പൊ 2024-25 ഈ ബജറ്റ് അവസാനിച്ച് ഇനി ഇതിനെ കൂട്ടിയും കുറച്ചൊക്കെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഡെഫിസിറ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ടാണ് ഇത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. 23-24 ഒക്കെ കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ് അത് കറക്റ്റ് ആയിട്ട് 5.6 എന്ന് വന്നിരിക്കുന്നത്. ഇത് റിവൈസ്ഡ് ആണ്, ഇത് ക്ലിയർ അല്ല, ഇത് വ്യക്തമല്ല. ഇതൊരു ആനുപാതികം, ഒരു ആവറേജ് എമൗണ്ട് എടുത്തേക്കാണ്. എത്ര? 4.8% ആണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. 2025-26 ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. ഇത് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആണ്. അതായത് ഇനി വരാനിരിക്കുന്ന 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇനി വരാനിരിക്കുന്ന ബഡ്ജറ്റാണ്. അപ്പോൾ അതാണ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന എസ്റ്റിമേറ്റ് ആണ്. എത്രയാണ്? 4.4% ആണ്. അപ്പൊ നമുക്ക് ക്ലിയർ എമൗണ്ട് ഉള്ളത് ഈ 5.6 ആണ്. 2023-24 ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്രയാണ്? 5.6% ആണ്. 2022-23 6.4% ആണ്. 2024-25 റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 4.8 ആണ്. ഇനി വരാനിരിക്കുന്ന ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്രയാക്കി കുറയ്ക്കുമെന്നാണ്? 4.4% ആക്കി കുറയ്ക്കുമെന്നാണ്. അപ്പോൾ ഇത് കൃത്യമായി ഓർത്തിരിക്കുക. ഈ റിവൈസ്ഡ് നമുക്ക് ചോദിക്കാം. 4.8 ആണ് റിവൈസ്ഡ്. ഇനി പ്രഖ്യാപിച്ചിരിക്കുന്നത് 4.4 ആണ്. 2023-24 5.6 ആയിരുന്നു ഫിസ്ക്കൽ ഡെഫിസിറ്റ്. 2022-23 6.4 ആയിരുന്നു നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ റവന്യൂ ഡെഫിസിറ്റും പ്രൈമറി ഡെഫിസിറ്റും പിന്നെ എന്താണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ഡയഗ്രാം കൃത്യമായി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇത് നോക്കാം, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആസ് പെർസെന്റേജ് ഓഫ് GDP അനുപാതത്തിൽ നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഇത് നോക്കാം, 2019 3.4%. 2020 അത് കൂടി 4.6% ആയി. 2021 9.2% ആയി. ഈ 2019-20 എന്ന് പറയുന്നത് നമ്മുടെ കോവിഡിന്റെ കാലമാണ് അല്ലേ? ഈ കോവിഡിന്റെ കാലത്ത് നമുക്ക് എങ്ങനെയായിരുന്നു? ഫിസ്ക്കൽ ഡെഫിസിറ്റ് വളരെ കൂടുതലായിരുന്നു. ഫിസ്ക്കൽ ഡെഫിസിറ്റ് വളരെ കൂടി വന്ന കാലഘട്ടമാണ് ഈ കോവിഡിന്റെ കാലഘട്ടം 2021 വരെ. അപ്പൊ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ആ 2022 ആയപ്പോ കണ്ടോ, ഈ 9.2 എന്ന് പറയുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് മാക്സിമം കുറച്ച് വന്നു, 6.7 ആയി.
അടുത്ത എത്രയായി? 6.4 ആയി. അടുത്ത എത്രയായി? 5.6 ആയി. അടുത്തത് RE റിവേഴ്സ്ഡ് ആണ് 4.8. BE ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആണ് 4.4. അപ്പൊ നമ്മുടെ ആ ഒരു ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഒരു ഗ്രാഫ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. 2019, 20, 21 കാലഘട്ടത്തിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എങ്ങനെയാണ് ഉയർന്നു വന്നിരിക്കുകയാണ്. അപ്പൊ ഇത് കൃത്യമായി പഠിക്കുക. നമുക്ക് സ്റ്റേറ്റ്മെന്റിലൊക്കെ ചോദിക്കാവുന്നതാണ്, നമ്മളെ കുഴപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ കൃത്യമായി നോക്കിയിരിക്കുക. 2019 മുതൽ 21 വരെ എങ്ങനെയാണ് നമ്മുടെ ആ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കയറി വരികയാണ് അല്ലെ. നമ്മുടെ കോവിഡിന്റെ കാലമാണ്. ആ കാലത്ത് നമ്മളിങ്ങനെ കടം വാങ്ങുന്ന എന്തെങ്കിലും നമ്മൾ നോക്കാറുണ്ടോ? ആർക്കും ജോലിയില്ല, ആകപ്പാടെ പെട്ട അവസ്ഥയിലാണ്. നമ്മൾ സർക്കാർ ഒരുപാട് സഹായങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകിയാൽ മാത്രമേ നിത്യജീവിതം, അതാണ് ദൈനംദിന കാര്യങ്ങൾ പോലെ നടന്നു പോകൂ എന്നൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് നോക്കിയിട്ട് കാര്യമില്ല. അവരെന്ത് ചെയ്യുന്നു? മാക്സിമം കടം വാങ്ങുന്നു. അപ്പോൾ ധനക്കമ്മി കൂടുന്നു. 3.9, 3.4 പെട്ടെന്ന് 4.6 ആകുന്നു. 4.6 ഇരട്ടിയാകുന്നു, 9.2 എത്തുന്നു. അത് കഴിഞ്ഞു, കോവിഡിന്റെ കാലം കഴിഞ്ഞു. ഏകദേശം എല്ലാം തിരികെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിൽ പെട്ടെന്നൊരു കുറവല്ല, കുറേശ്ശെ കുറച്ച് 6.7 ആയി, 6.4 ആയി, 5.6 ആയി, 4.8 ആയി. അടുത്ത് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എത്രയാണ്? 4.4% ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ പറ്റി പറയാനുള്ളത്. അടുത്ത വിദേശ സഹായം. നമ്മൾ ചില രാജ്യങ്ങൾക്കൊക്കെ സഹായം നൽകാറുമുണ്ട്, ചിലയിടത്തു നിന്നൊക്കെ സഹായം വാങ്ങാറുമുണ്ട്. അപ്പൊ ബജറ്റിൽ ഏറ്റവും കൂടുതൽ വിദേശ സഹായം നൽകുന്നത് ഭൂട്ടാനാണ്. നമ്മുടെ അയൽ രാജ്യമായ ഭൂട്ടാന് വേണ്ടിയിട്ടാണ് ഈ ബജറ്റിൽ ഏറ്റവും കൂടുതൽ സഹായം. മാലിദ്വീപിന് 600 കോടി നൽകും. കഴിഞ്ഞ ബജറ്റിൽ ഇത് 400 കോടിയായിരുന്നു. അപ്പൊ മാലിദ്വീപിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. മാലിദ്വീപിന് 600 കോടിയാണ് നൽകുന്നത്. കഴിഞ്ഞ ബജറ്റിൽ ഇത് 400 ആയിരുന്നു. ഇനി ബജറ്റിലെ ചില നിർദ്ദേശങ്ങൾ. ആദായ നികുതി ഇളവ് 12 ലക്ഷം വരെ ആക്കി. നമ്മൾ കണ്ടതാണ്, 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് എന്തില്ല? ആദായ നികുതി അടയ്ക്കണ്ട. പിന്നെന്താണ്? ശമ്പള വരുമാനമുള്ളവർക്ക് 12.75 ലക്ഷം രൂപ വരെയാണ് എന്ത്? നികുതി ഇളവുള്ളത്. 5 IIT-കൾക്ക് സഹായം. 5 IIT-കൾക്ക് എന്ത് ചെയ്യുന്നു? സഹായം നൽകുന്നു. പട്ടികയിൽ പാലക്കാട് IIT-യും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ 5 IIT-കൾക്ക് സഹായം നൽകുന്നു. ആ പട്ടികയിൽ ഉൾപ്പെട്ട ഒരു IIT ഏതാണ്? നമ്മുടെ പാലക്കാട് IIT ആണ്. അപ്പൊ കൃത്യമായി ഓർത്തിരിക്കുക, 5 IIT-കൾക്ക് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊന്ന് പാലക്കാട് IIT ആണ്. വാടകയ്ക്കുള്ള TDS 6 ലക്ഷമാക്കി. വാടകയ്ക്കുള്ള TDS എത്രയാക്കി? 6 ലക്ഷമാക്കി. മുതിർന്ന പൗരന്മാർക്ക് 1 ലക്ഷം രൂപ വരെ നികുതി ഇളവ്. മുതിർന്ന പൗരന്മാർക്കാണെങ്കിൽ 1 ലക്ഷം രൂപ വരെ നികുതി ഇളവ്. ആദായ നികുതി ഘടന ലളിതമാക്കും. ലിഥിയം ബാറ്ററികളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി. എന്തിന്റെ കസ്റ്റംസ് ഡ്യൂട്ടിയാണ് ഒഴിവാക്കിയത്? ലിഥിയം ബാറ്ററികളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി. സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തേക്ക് പലിശരഹിത വായ്പ 1.5 ലക്ഷം കോടി വകയിരുത്തും. അപ്പൊ സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തേക്ക് എങ്ങനെയാണ്? പലിശരഹിത വായ്പയായി 1.5 ലക്ഷം കോടി രൂപയാണ് വിലയിരുത്തിയിരിക്കുന്നത്. ഇന്ത്യ പോസ്റ്റിനെ ലോജിസ്റ്റിക്സ് കമ്പനിയാക്കി മാറ്റും. ഇന്ത്യ പോസ്റ്റിനെ എന്താക്കി മാറ്റുന്നു? ഒരു ലോജിസ്റ്റിക് കമ്പനിയാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നു. ഇന്ത്യ പോസ്റ്റിനെ ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയാക്കി മാറ്റുന്നു. 5 ലക്ഷം ആദിവാസി വനിതകൾക്ക് നേട്ടമാകുന്ന പദ്ധതികൾ കൊണ്ടുവരുന്നു. ക്യാൻസർ അടക്കം ഗുരുതര രോഗമുള്ളവർക്ക് രോഗങ്ങൾക്കുള്ള 36 മരുന്നുകളുടെ വില കുറയ്ക്കും. നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? അവയെ ടാക്സിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ടാക്സ് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അവയുടെ വില കുറയുകയാണ്. ക്യാൻസർ അടക്കം ഗുരുതര രോഗങ്ങൾക്കുള്ള 36 മരുന്നുകളുടെ വില കുറയും. ആണവ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരും. ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം കൂട്ടി. 74% നിന്നും അത് എത്രയാക്കി മാറ്റി? 100% മാറ്റി. ഓർത്തിരിക്കുക, ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം കൂട്ടി. ഇൻഷുറൻസ് മേഖലയിൽ അത് 75% നിന്നും എത്ര ശതമാനത്തിലേക്കാണ് കൂട്ടിയത്? 100% മാറ്റി. തെരുവോര കച്ചവടക്കാർക്ക് പ്രത്യേക പദ്ധതി. ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്ന ഒരു പ്രത്യേക പദ്ധതികൾ കൊണ്ടുവരുന്നു. 50 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വികസിപ്പിക്കും. സംസ്ഥാനങ്ങളുടെ സഹായത്തോടെയുള്ള പദ്ധതികൾ കൊണ്ടുവരും. കൂടുതൽ തൊഴിലവസരങ്ങൾ നടപ്പിലാക്കും. കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം ഉറപ്പാക്കാനുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നു. 2028ഓടെ എല്ലാവർക്കും കുടിവെള്ളം ഉറപ്പാക്കും. 2028ഓടെ എല്ലാവർക്കും കുടിവെള്ളം ഉറപ്പാക്കും.
ജില്ലാ ആശുപത്രികളിൽ ക്യാൻസർ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നു. ജില്ലാ ആശുപത്രികളിൽ വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ജില്ലാ ആശുപത്രികളിൽ ക്യാൻസർ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നു. ജലജീവൻ പദ്ധതിയുടെ വിഹിതം വർദ്ധിപ്പിച്ചു. അപ്പൊ ഇതാണ് ഈ 2028 കൂടി എല്ലാവർക്കും എന്താണ് കുടിവെള്ളം ലഭ്യമാക്കുക എന്ന് പറഞ്ഞില്ലേ, അതെന്തായിരുന്നു? ജലജീവൻ പദ്ധതിയാണ്. അതിന്റെ വിഹിതം വർദ്ധിപ്പിച്ച് കാലാവധി നീട്ടി. എത്ര വരെ നീട്ടി? 2028 വരെ നീട്ടി. എത്ര വരെയാണ് നീട്ടിയത്? 2028 വരെ. ചോദിക്കാം, ജലജീവൻ പദ്ധതിയുടെ കാലാവധി എത്ര വർഷം വരത്തേക്കാണ് നീട്ടിയത്? എത്രയാണ്? 2028 വരെയാണ് നീട്ടിയത്. AI വികസനത്തിന് 500 കോടി. ഇത് നമ്മൾ പറഞ്ഞതായിരുന്നു. AI വിദ്യാഭ്യാസം, അതിനൊക്കെ വേണ്ടിയിട്ട് എത്രയാണ്? 500 കോടി. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ബജറ്റിന്റെ ഒരു ചുരുക്കെഴുത്ത് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട എല്ലാ പോയിന്റും പറഞ്ഞു പോയിട്ടുണ്ട്. എക്കണോമിക്കലി നിങ്ങൾക്ക് കുറച്ച് പറഞ്ഞു തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും നമുക്ക് ബജറ്റ് കറണ്ട് അഫയേഴ്സ് സംബന്ധിച്ച് എന്തൊക്കെയാണോ പഠിച്ചു പോകേണ്ടത് അതെല്ലാം കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് ബജറ്റിനെ സംബന്ധിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്